ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ വരുന്ന 8-ാം തീയതി ശനിയാഴ്ച നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു സമയത്ത് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് മുന്നണിയിലെ പാർട്ടി നേതാക്കന്മാരൊക്കെയായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവാൻ സാധിക്കില്ല, ഈ സർക്കാർ 5 വർഷം തികക്കില്ല എന്നൊക്കെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അത്തരം വാർത്തകൾ കൊടുക്കുന്ന സകല മാധ്യമങ്ങളോടും പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങളുടെ മനസ്സിലെ മോദി അല്ല യഥാർത്ഥ മോദി എന്ന് പറയുന്നത്. നമ്മളെല്ലാവർക്കും തന്നെ അറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ലോകത്തുള്ള പല രാജ്യങ്ങളുമായിട്ട് പല ലക്ഷ്യങ്ങളുള്ള പല രീതിക്ക് ഭരിക്കുന്ന ഒരുപാട് ഭരണാധികാരികളുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിക്ക് നരേന്ദ്രമോദി വലിയ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായിട്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിട്ട്, ഇറാൻ പ്രസിഡന്റ്, UAE രാജാവ്, അതായത് പല ലക്ഷ്യങ്ങളുള്ള പല രീതിക്ക് മുന്നോട്ട് പോകുന്ന സകല ആളുകളോടും സകല നേതാക്കന്മാരോടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ലോകോത്തര നേതാക്കന്മാരെ ഡീല് ചെയ്ത് പരിചയമുള്ള നരേന്ദ്രമോദിക്കാണോ നമ്മുടെ രാജ്യത്തുള്ള ചെറുകിട പാർട്ടികൾ നേതാക്കന്മാരെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്നൊക്കെ ഇവിടെയുള്ള സകല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് 241 ആളുകളെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദിക്കൊന്നും നിങ്ങൾ ആരും തന്നെ രാഷ്ട്രീയ ക്ലാസ് ഒന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നരേന്ദ്രമോദി അല്ല പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത്, മറ്റു പലരുമാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളോട് പറയാനുള്ളത്, നരേന്ദ്രമോദിക്കാണ് ഈ രാജ്യത്തുള്ള ആളുകൾ വോട്ട് ചെയ്തത്. നരേന്ദ്രമോദിക്കാണ് മറ്റേത് പാർട്ടികളെക്കാൾ കൂടുതൽ വോട്ടും കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണിയൊക്കെ ഭരിക്കണം, ഇതൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നണി ഭരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കിപ്പം കുതിരക്കച്ചവടം പറയുന്നില്ല, ആ ടൈപ്പ് ഡയലോഗുകളൊന്നും വരുന്നില്ലേ? അതൊക്കെ ഇപ്പോ നേരെ തിരിച്ചാണെങ്കിലേ വരുമല്ലോ അല്ലേ? എന്തൊരു അവസ്ഥയാണ് നമ്മുടെ മാധ്യമങ്ങളുടേത്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഡൽഹിയിൽ നിന്ന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമേ ബീഹാറിലേക്ക് തിരിച്ചു പോകൂ എന്നുള്ള സൂചനകളാണ് മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. NDA യോഗത്തില് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വളരെ വ്യക്തമായിട്ട് ആ മീറ്റിംഗിൽ പറഞ്ഞു, ജൽദി കീജിയെ, വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി സർക്കാർ രൂപീകരിക്കൂ, പൂർണ്ണ പിന്തുണ താങ്കൾക്കൊപ്പമാണ് എന്ന രീതിയിൽ നിതീഷ് കുമാർ പറഞ്ഞതും നിതീഷ് കുമാർ ഡൽഹിയിൽ നിൽക്കുന്നത് ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നേയില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം പോലും കിട്ടുന്നില്ല. എന്നിട്ട് മോദിയെ പഠിപ്പിക്കുക, മോദി പാർട്ടി നേതാക്കന്മാരുമായിട്ട് മുന്നോട്ട് പോവില്ല, മോദി അല്ല പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത്, എന്തൊക്കെ ചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ രാഷ്ട്രീയം പഠിപ്പിക്കാനൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും വളർന്നിട്ടില്ല എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കരച്ചിലാണ് ഈ പുറത്ത് വരുന്നത് എന്നൊക്കെ സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച സത്യപ്രതിജ്ഞയുണ്ട്. രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി എത്തുന്നു. അതിനുശേഷമെങ്കിലും രാഹുൽ ഗാന്ധി വരുമെന്നുള്ളതൊന്ന് നിർത്തണമെന്നുള്ളതാണ് സകല നിഷ്പക്ഷരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക്, നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോടും പറയാനുള്ളത്.